എന്തായാലും അന്വേഷണ സംഘം ഓരോ അരിമണിയും അരിച്ചു പെറുക്കുകയാണല്ലേ. എല്ലാ സാധ്യതാ CCTV ഫുട്ടേജുകളൊക്കെ അരിച്ചു പെറുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും എവിടെയൊന്നും ഒരു പിടിയില്ല. എന്തായാലും അന്വേഷണം നടക്കട്ടെ. ദിവ്യ, ഞാൻ പറയുന്ന വേറൊരു കാര്യം, ഈ പ്രതിസന്ധി കാലത്ത് എല്ലാവരും കൈവിട്ട ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തുണയായി മറ്റൊരു രാഹുൽ പ്രത്യക്ഷപ്പെടും നമ്മൾ കണ്ടു. അത് രാഹുൽ ഈശ്വറാണ്. പക്ഷെ അങ്ങനെ പിന്തുണച്ച് ലാസ്റ്റ് രാഹുലും ഓവർ ടൈം പണിയായിരുന്നു രാഹുൽ ഈശ്വറിന്. പക്ഷേ തുടർച്ചയായി വീഡിയോ ഇടുന്നു, അതിജീവിതയ്ക്കെതിരെ രംഗത്തെത്തുന്നു, രാഹുലിനെ പിന്തുണച്ച് പല ന്യായീകരണങ്ങൾ വാദങ്ങൾ നിരത്തുന്നു അല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ആ വീഡിയോയെ പിന്തുണച്ച് രാഹുൽ ഈശ്വറിനെയും രാഹുൽ മാങ്കൂട്ടത്തിലും പിന്തുണച്ച ഒരു വിഭാഗം ഉണ്ട് എന്നുള്ളതാണ്. അതാണ്. അപ്പൊ എന്തായാലും അതിജീവിതയെ അപമാനിച്ചു, പൊതുമധ്യത്തിൽ അപമാനിച്ചു, സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചു എന്നൊക്കെ കുറ്റത്തിന് ഇന്നലെ രാഹുൽ ഈശ്വറിനെ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലെത്തി. അപ്രതീക്ഷിതം എന്ന് പറഞ്ഞുകൂടാ, ഏറെക്കുറെ പ്രതീക്ഷിച്ചു കാണും പരാതി ലഭിച്ചതിന് പിന്നാലെ. പിന്നെ വേറൊരു കാര്യം, കടുത്ത നിർദ്ദേശമാണ് DGP നൽകിയിട്ടുള്ളതെന്ന് തോന്നുന്നു. എവിടെയെങ്കിലുമൊക്കെ അതിജീവിതയെ അപമാനിക്കുന്ന അധിക്ഷേപിക്കുന്ന തരത്തിൽ ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ പെരുമാറുകയോ പോസ്റ്റ് ഇടുകയോ ചെയ്താൽ ഒന്നും നോക്കണ്ട, കടുത്ത നടപടി എടുത്തോന്നാണ് പറഞ്ഞിട്ടുള്ളത്. പോലീസും തീരുമാനിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇലക്ഷൻ വരെ, വോട്ടെടുപ്പ് വരെ ഇതിൽ തന്നെ കേരളം നിൽക്കട്ടെ. ഈ വിവാദം അങ്ങനെ കത്തി നിൽക്കും എന്നതിൽ സംശയമില്ല. നമുക്കേ എന്തായാലും അതിൽ വിവരങ്ങൾ എടുക്കും. അതാണോ നമ്മൾ ഇനി പോകുന്നത്? അത് കഴിഞ്ഞു. ശരി, ആരാണ് വിവരങ്ങൾ നൽകുക എന്ന് ചോദിച്ചാൽ ബിജിൻ തന്നെ വിശദാംശങ്ങൾ നൽകും. ബിജിൻ, രാഹുലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ രാഹുൽ ഈശ്വർ മാത്രമല്ല, മറ്റ് പ്രതികൾ കൂടിയുണ്ട്, സന്ദീപ് വാര്യരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അറസ്റ്റ്, അവർക്കെതിരായ നടപടി ഇന്നുണ്ടാകുമെന്ന് തന്നെയാണോ കരുതുന്നത്? ദിവ്യ സൈഫുദ്ദീൻ, ഒരുപക്ഷെ കേരളത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സൈബർ അറ്റാക്കാണ് ഈ പരാതി നൽകിയ പെൺകുട്ടി നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ആദ്യം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു പരാതി വരികയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ തന്നെ ഫേസ്ബുക്കിലും ഒപ്പം തന്നെ മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഒക്കെ വലിയ തരത്തിലുള്ള അധിക്ഷേപം പെൺകുട്ടി നേരിട്ടിരുന്നു. അതിൽ ഏറ്റവും മുന്നിൽ നിന്ന ആൾക്കാർ അത് രാഹുൽ ഈശ്വറും ഒപ്പം തന്നെ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവരായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കളും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലായിരുന്നില്ല പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന കാര്യത്തിൽ. അതിലാണ് ഇപ്പോൾ നടപടിയുണ്ടായിട്ടുള്ളത്. ADGP വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ, പൂർണ്ണമായും ഈ പെൺകുട്ടിക്ക് എതിരായ ഇത്തരം അധിക്ഷേപങ്ങൾ പൂർണ്ണമായും തടയാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്നത് നേതൃത്വം നൽകിയ രാഹുൽ ഈശ്വറിനെ ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇപ്പോൾ സൈബർ പോലീസ് സ്റ്റേഷനിൽ, തിരുവനന്തപുരത്തെ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ഉള്ളത്. ഏകദേശം 10 മണിയോടുകൂടി മെഡിക്കൽ ടെസ്റ്റിനായി ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കും. അതിനുശേഷം 11 മണിക്കായിരിക്കും രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കുക. ഒപ്പം തന്നെ KPCC ജനറൽ സെക്രട്ടറിയായ സന്ദീപ് വാര്യർ, ഒപ്പം മറ്റ് പ്രതികൾ, ഒന്നാം പ്രതിയായിട്ടുള്ള മഹിളാ കോൺഗ്രസ് നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെയുള്ള 6 പേരാണ് നിലവിൽ ഈ കേസിൽ പ്രതികളായുള്ളത്. അവരെ ഒക്കെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും ഒപ്പം തന്നെ കസ്റ്റഡിയിലെടുക്കുന്നതുമായ നടപടിയിലേക്ക് ഇനി പോലീസ് കടക്കും. എല്ലാ ജില്ലകളിലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടി സൈബർ അറ്റാക്കോ മറ്റേതെങ്കിലും തരത്തിലുള്ള അധിക്ഷേപമോ നേരിടുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാനുള്ള നിർദ്ദേശമാണ് നിലവിൽ ഇപ്പോൾ പോലീസ് മേധാവി തന്നെ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ മെറ്റയ്ക്ക് ഇക്കാര്യത്തിൽ കത്ത് നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മെറ്റയോട് ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന പോസ്റ്റുകൾ, പെൺകുട്ടിയുമായി ബന്ധപ്പെടുന്ന പോസ്റ്റുകൾ ഒക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായും നീക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഈശ്വറിന്റെ കൂടുതൽ സാങ്കേതിക തരത്തിലുള്ള പരിശോധനകൾ, രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് ഒപ്പം തന്നെ ഫോൺ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കാൻ നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരിക്കും. രഞ്ജിത പുളിക്കനാണ് ഒന്നാം പ്രതി എന്ന് തോന്നുന്നു. പിന്നെ സന്ദീപ് വാര്യരുണ്ട്, അതുപോലെ തന്നെ ദീപ ജോസഫ് സുപ്രീം കോടതി അഭിഭാഷകയാണെന്ന് കൂടി ഓർക്കണം. ഇവരെയൊക്കെയാണ് ഇനിയും സ്കെച്ചിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പിടിക്കും എന്നത് കാത്തിരുന്നു കാണേണ്ടത്. എന്നാലും